ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരു 2-3 പ്രാവശ്യമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അതായത് 2-3 ദിവസം ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ബഹ്റൈനിലുള്ള ഗ്രാൻഡ് മോസ്കിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബഹ്റൈനിൽ വന്ന സമയം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗ്രാൻഡ് മോസ്കിൽ പോകണമെന്ന്. പക്ഷെ ഫ്രൈഡേ ഗ്രാൻഡ് മോസ്ക് ഓപ്പൺ അല്ല, സാറ്റർഡേ ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്. വീക്ക് ഡേയ്സിൽ മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വീക്ക് ഡേയിൽ അങ്ങനെ പോകാനായിട്ടൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലങ്ങളിലൊന്നായിരുന്നു കേട്ടോ ഈ ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ മോളും പിന്നെ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഗ്രാൻഡ് മോസ്കിൽ പോകാൻ പറ്റി. അപ്പോൾ ആ വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു ബാൽക്കണി പോലെ നമുക്ക് മുകളിൽ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ നമുക്ക് ഗ്രാൻഡ് മോസ്കിനെ പറ്റി പറഞ്ഞു തരാനും അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ മൈൻഡിൽ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാണാനും ഒക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയമായിരുന്നു. അപ്പം അവർക്ക് പ്രയർ ടൈമും കൂടി ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ താഴെ നിന്ന് വേഗം അങ്ങനെ മുകളിലേക്ക് പോയി. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടുത്തെ ലൈറ്റും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും അങ്ങനെയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗാണ്. പിന്നെ ആ നിന്ന സമയത്തൊക്കെ കുറേ ഒരു പ്രയർ ടൈം ആയതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി പ്രയറിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും അങ്ങനെ അവിടെ നിന്നിട്ടില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ വേഗം ഇങ്ങോട്ട് പോന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പ്രയർ ടൈം ആയതുകൊണ്ട് കുറേ പേര് അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ അവരങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും പ്രയർ ടൈമിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ദിൽമുനിയ മാളിലേക്കായിരുന്നു. അപ്പോൾ ദിൽമുനിയ മാളിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ സമയം ഇടവിട്ടാന്ന് തോന്നുന്നു അവർ ഈ ലൈറ്റ് ഓൺ ചെയ്യുക. 1 മണിക്കൂറാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ½ ആൻ അവർ കഴിയുമ്പോൾ ഓൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 1 അവറൊക്കെ എടുത്തു തോന്നുന്നു ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ദിൽമുനിയ മാളിൽ എല്ലാം കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതിൽ അക്വേറിയം, പിന്നെ അതിൻ്റെ മേലുള്ള സ്കേറ്റിങ്, ഐസ് സ്കേറ്റിങ്, പിന്നെ കുറേ പ്ലേ ഏരിയ, പിന്നെ ഈ പുറത്തുള്ള കുറേ വിഷ്വൽസ്, നല്ല ഭയങ്കര ഒരു രസമുള്ളൊരു മാളാണ് ഈ ദിൽമുനിയ മാള്. ഇനിയിപ്പം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ആക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. ബഹ്റിൻ ബേയിലുള്ള വാർഫിൽ ബോട്ടിങ്ങിന് പോയിട്ടുള്ള വീഡിയോ. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ബോട്ടിങ്ങിന് വരുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട്. നമ്മൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് കാണുന്ന അവിടേക്ക് നടന്നെത്തണം. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് ത്രൂ ആട്ടോ അങ്ങോട്ട് പോകേണ്ടത്. നടക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സമയം നടന്ന പോലെയൊന്നും തോന്നില്ല, കാരണം കുറേ കാഴ്ചകൾ അങ്ങനെ കാണാനുണ്ടായിരുന്നു നടക്കുമ്പോൾ തന്നെ. അങ്ങനെ പതുക്കെ പിന്നെ ആ ബ്രിഡ്ജിന്മേൽ നിന്നിട്ടുള്ളൊരു വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ.
ഇതിപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തി, ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സൈഡിലേക്ക് എത്തി. ഇനി കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് ബോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാട്ടോ ഈ ബോട്ടിങ്. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ സമയത്ത് മക്കളിവിടെ നല്ല കളിയായിരുന്നു. പിന്നെ ഇപ്പോൾ ബോട്ട് ഇപ്പോൾ എത്തി. അപ്പോൾ ഈ ബോട്ടിലല്ല ഞങ്ങൾ പോയത്, ഞങ്ങൾ രണ്ടാമത് വന്ന ബോട്ടിലാട്ടോ പോയത്. അപ്പോൾ ഫസ്റ്റ് വന്ന ബോട്ട് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ബോട്ടിൽ അവന്യൂസ് മാളിൽ പോയി, അവിടെ ചെന്നിട്ട് പിന്നെ ആ മാളൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് വേറെ റിട്ടേൺ ബോട്ട് എടുക്കുകട്ടോ ചെയ്തത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ബോട്ട് എത്തി. ഇനിയിപ്പോൾ ബോട്ടിൽ പതുക്കെ കയറല. അപ്പോൾ പിന്നെ ബോട്ടിൽ കയറി കഴിയുമ്പോൾ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കാൻ സീറ്റ് ഉണ്ടെങ്കിൽ പിന്നെ യൂഷ്വലി അവിടെ തന്നെ ഇരിക്കും, പോയിട്ടിരിക്കുക. അവിടെ ഇരിക്കാനാട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇരിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പം നമുക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാമല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് അവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ വേറെ ആരും ബോട്ടിലുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ടൈം ആയതുകൊണ്ടായിരുന്നു, ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത്. പിന്നെ ഇപ്പോൾ കുറേശ്ശെ അങ്ങനെ ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ജാക്കറ്റൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് വരുമ്പോഴേക്കും കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർ ഒട്ടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മോൻ തീരെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ജാക്കറ്റ് ഇടുന്ന സമയത്തൊക്കെ കൈ തട്ടി മാറ്റിയായിരുന്നു. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബോട്ട്. ഇപ്പോൾ അവന്യൂ മാളിലെത്തി. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കണ്ടുട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ ഞാൻ കുറേ റീൽസിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഐസ്ക്രീം പറ്റിക്കില്ലേ, പിള്ളേരെ കൊടുക്കാതെ പറ്റിക്കില്ലേ അങ്ങനെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അവളും റീൽസൊക്കെ കണ്ടിട്ടുണ്ട് തോന്നുന്നു, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇങ്ങനെ നടന്നപ്പോഴാട്ടോ ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടത്. അപ്പം ഞങ്ങൾ ഈ മാളിലേക്ക് വന്നിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അത് കാണണം. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്യൂ മാളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കാൻ കുറേ ഉണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നടന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബോട്ടിനുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ, മീൻസ് ചൂടല്ല, വെയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു സമയത്ത് പിന്നെ എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ബോട്ട് വന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ബഹ്റൈൻ ബേയിലേക്ക് തന്നെ പോവുക. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം സമയമായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലൈറ്റ്സൊക്കെ ഓണായത് വൈകുന്നേരമല്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ പകലായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ചുറ്റിന് ലൈറ്റൊക്കെ ഓണായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ തിരിച്ചു പോണ സമയമൊക്കെ ആയപ്പോഴേക്കും മോന് ഭയങ്കര വാശിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കരച്ചിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.